ഹായ് ഗായ്സ്, ഞാൻ വന്നൊരു സ്ഥലം വരെ പോയാൽ അപ്പം ഞങ്ങളിന്ന് വന്നത് സൈൻ ലെബൻക്കാണ്. അപ്പം ഞങ്ങളവിടെ എത്തിയിട്ടോ. അപ്പം ഞങ്ങളവിടുത്തെ മെനു കാർഡൊക്കെ വാങ്ങി എൻ്റെ കയ്യിൽ എന്ത് സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടോ. അപ്പം എൻ്റെ അമ്മച്ചിയായിരുന്നു സൈൻ ലെബനിൽ പുതിയൊരു സാധനം വന്നിട്ട് ആദ്യം നമുക്ക് കഴിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞ് പോകുന്നതാട്ടെ ഞങ്ങൾ. പിന്നെ ഞങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്ത് അതിൻ്റെ ബില്ലൊക്കെ അടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സാധനം കിട്ടി. ഇങ്ങനെ സാധനം വന്നേ ഞങ്ങളത് തുറന്നു നോക്കുമ്പോൾ കേക്ക് തന്നെയാണ്. നല്ല അടിപൊളി ഒരു കേക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി. കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റൊന്നുമില്ല, എന്നാലും തിരക്കടില്ല. അങ്ങനെ രസം വെറുതെ ഇരിക്കുമ്പോൾ തിന്നാം. ഞങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പം അങ്ങനെ തിന്നട്ടെ. അങ്ങനെ ഞാനിങ്ങനെ ഓള് തന്നപ്പോൾ കുറച്ചൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞതോ. പിന്നെ ഞാനങ്ങോട്ട് കഴിച്ചു. ഇനിയിപ്പോൾ അത് കിട്ടൂലല്ലോ എന്നൊക്കെ കരുതിയാണ്ടേ. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മച്ചിനോട് എന്തൊക്കെയോ പറയണൊക്കെ ഉണ്ട് കേട്ടോ. രസം ഉണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പം ഞാൻ വന്ന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് അമ്മച്ചിനോട്. എന്നാലും വിളിച്ച് തരാതെ തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുക, വെച്ച് തരാതെ തിന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഏതായാലും ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കഴിച്ച് അങ്ങനെ ഈ കടയിലിരുന്ന് കഴിച്ചാനും നല്ല രസം കേട്ടോ. അതിൻ്റെ ആംബിയൻസൊക്കെ അടിപൊളിയാണ്. നിങ്ങളൊക്കെ പോയിട്ടില്ലെങ്കിൽ ഒന്ന് പോയോക്കൊണ്ടിട്ടോ. അപ്പം ഞാനോളോട് ചിഞ്ഞും മാണെന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓളും ഞാൻ മറന്നാണ്ടേ ഒക്കെ എന്നെ തിന്നണുണ്ട് ഇൻ്റെ അമ്മച്ചി. അപ്പം ഞാനിങ്ങനെ അടുക്കോളം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടേ ജിച്ചും കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ അങ്ങനെ ചിന്ത തന്നെയുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ച് ഇച്ച് മതിയായപ്പോൾ ഞാൻ എൻ്റെ ചീറിക്കാണ്ട് തോത്തിട്ട് തന്നെ നമുക്ക് പോകില്ല ചോദിച്ചാണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഉണ്ടല്ലേ ഈ സാധനം ഒന്ന് വാങ്ങിക്കായി പിടിച്ചോണ്ടിട്ടോ. ഇല്ല മധുരമൊക്കെ പാടെ കഴിച്ചാൽ പിന്നെ വരില്ല, എന്തേലും തിന്നാൻ പോകും. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ബഡ്ജറ്റ് പോയിട്ട് അവിടെ ചെന്നപ്പോൾ നല്ല കുടുക്കിയും പാത്രങ്ങളൊക്കെ കേട്ടോ. അപ്പം എൻ്റെ അമ്മച്ചിക്ക് ഇതൊക്കെ വാങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. എന്തേയാ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. സാധാരണ അവിടെ ചെന്ന് എന്തേലൊക്കെ കുടുക്കിയും പാത്രങ്ങളൊക്കെ വാങ്ങലുണ്ട്. ഇന്നിപ്പം എന്തേന്നാവോ വാങ്ങിയിട്ടില്ല. ഒക്കെ ഒരു പച്ചിപ്പിടിച്ചെടുത്തോക്കണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ വെച്ചിക്കൊണ്ടൊക്കെ. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിക്കണ അതിൻ്റെ ഇടയിൽ ഇഞ്ച കാക്കില്ലേ, ഓനെന്തൊക്കെയോ നൂഡിൽസൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ കുറേ ബ്രെഡും അതും ഇതൊക്കെ വാങ്ങി ഞങ്ങളവിടത്തേക്ക് കാക്കു കുറേ എടുത്തിട്ടുണ്ട്, ഉമ്മച്ചി കുറേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞാൽ അതും കുറേ വാങ്ങണ്ട്. പിന്നെ കൊട്ട കാക്കുൻ്റെ കജ്ജിലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേഗം ഓൻ്റെ തൂളിക്കൂടി ചാടിയിട്ടോ. ഇഞ്ഞോനെ വിടണ്ട, അവനെ വിട്ടഞ്ഞും ശരിയാവൂല, ഓൻ്റെ ഒപ്പം നിൽക്കാൻ നല്ലത്. ഇഞ്ഞ കുറേ വലിച്ചു, ഞാൻ ഓലപ്പം ഒന്നും പോയില്ല കേട്ടോ. പിന്നെ ഞാൻ കാക്കുവിൻ്റെ ഒപ്പം തന്നെ നിന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സാധനമൊക്കെ അവിടെ കൊടുത്ത് ബില്ലൊക്കെ അടുപ്പിച്ച് ഇന്നവിടുന്ന് നേരെ വീട്ടിക്ക്.